ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ആർക്കും വേണ്ടാത്ത ആവശ്യമില്ലാതെ നമ്മൾ എടുത്തെറിയുന്ന ഈ ഒരു കോൾഗേറ്റിൻ്റെ ഇങ്ങനത്തെ ഒരു പാക്ക് ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു പാക്ക് വെച്ചിട്ടുള്ള പിന്നെ നമ്മുടെ സോപ്പ് പെട്ടിയും വെച്ചിട്ടുള്ള ഒരു അടിപൊളി ക്രാഫ്റ്റ് വർക്കാണ് ഇന്ന് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഒരു കാലിയായിട്ടുള്ള നമ്മുടെ കോൾഗേറ്റിൻ്റെ ഈ ഒരു ബോക്സ് എടുത്തിട്ടുണ്ട്. അതിനത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇത്രയും നീളത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് ഇതേ കാലിയായിട്ടുള്ള അടുത്ത സോപ്പ് പെട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഏതെങ്കിലും കൂട്ടുകാർ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് പോയി കണ്ടു നോക്കണം. അങ്ങനെ നമ്മുടെ ഒരു സോപ്പ് പെട്ടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ഒന്ന് കറക്റ്റ് ലെവലാക്കി ഒന്ന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സോപ്പ് പെട്ടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേ സോപ്പ് പെട്ടിയും നമ്മുടെ ഒരു കോൾഗേറ്റിൻ്റെ ആ ഒരു പാക്കും ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടൊന്ന് കളർ ചെയ്ത് കൊടുക്കണം. കളർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കളറാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം ഏത് കളർ വേണോ അടിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. റെഡോ യെല്ലോയോ എന്ത് വേണോ നിങ്ങൾക്ക് അടിച്ചു കൊടുക്കാവുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്ക് തന്നെ വിട്ട് തന്നിട്ടുണ്ട്. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ഈ ഒരു ചാനലിൽ ഒരുപാട് വേസ്റ്റ് മെറ്റീരിയൽസിൻ്റെ റീയൂസിങ് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ പറ്റുന്നവരൊക്കെ എന്തായാലും ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ഈ ഒരു സോപ്പിൻ്റെ ബോക്സ് വെച്ചിട്ട് തന്നെ ഇതിന് മുന്നേയും വേറെയും കുറേ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ എന്തായാലും ഒന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് സമയം കിട്ടുന്നത് പോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ കൈകൊണ്ട് ഈ ഒരു വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ട് അടിപൊളി ഐറ്റംസൊക്കെ ഉണ്ടാക്കി വെക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയാണ്. പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും പ്രത്യേക ഭംഗിയായിരിക്കും നമുക്ക് നോക്കി നിൽക്കുമ്പോൾ തന്നെ. ഇപ്പോൾ പുറത്തുനിന്ന് ആരും അടിപൊളി എന്ന് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് സ്വയം ഒരു സംതൃപ്തി ഉണ്ടാവില്ല, നമ്മുടെ കൈ എന്താണ് ഉണ്ടാക്കിയെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ പറ്റുന്നവരൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അപ്പോൾ നമ്മൾ 2 ബോക്സും ഒന്ന് പെയിൻ്റ് അടിച്ച് ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കാർഡ്ബോർഡിൻ്റെ പീസ് ആവശ്യമാണ്. ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുക്കുന്നുണ്ട്. അതിൽ എന്തെങ്കിലും ഈ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു അളവെടുത്തതിന് ശേഷം അതിനൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് 3 കാർഡ്ബോർഡിൻ്റെ പീസാണ് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ 3 കാർഡ്ബോർഡും ഒരേ നീളത്തിലും ഒരേ വീതിയിലുമാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ചെറിയ മാറ്റങ്ങളൊന്നും വരുത്താൻ പാടില്ല. എല്ലാം ഒരേപോലെ തന്നെ ഈക്വലായിട്ട് തന്നെ ഇരിക്കണം. പിന്നെ കൂട്ടുകാരെ, നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ജസ്റ്റ് ഒരു റെഡ് ഹാർട്ടെങ്കിലും കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മടിക്കരുത്. പിന്നെ ഇഷ്ടപ്പെട്ടു എന്നെങ്കിലും പറ്റുവാണെങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നമ്മൾ 3 കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പുറം ഭാഗവും അകം ഭാഗവും ഈ ഒരു ബ്ലാക്ക് കളർ പെയിന്റ് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ.
അടുത്തതായിട്ട് നമുക്ക് ആവശ്യം പേപ്പർ റോളാണ്. അതിന് വേണ്ടിയിട്ട് ബുക്ക് പേപ്പറോ കലണ്ടറോ, പഴയ കലണ്ടർ ഉണ്ടാവില്ലേ, അതോ എന്ത് വേണോ എടുക്കാവുന്നതാണേ. എന്നിട്ട് അതിന് ഇതുപോലെ നല്ല നീളത്തിൽ റോൾ ചെയ്തെടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നല്ല നീളത്തിൽ റോൾ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത് 3 പേപ്പർ റോള് മാത്രമാണ്. 3 പേപ്പർ റോളിന് ആവശ്യമുള്ളൂ. പക്ഷേ ഉണ്ടാക്കുന്ന നല്ല നീളത്തിൽ ഉണ്ടാക്കിയെടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഒന്നാമത്തെ റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ 2 എണ്ണം എക്സ്ട്രാ ഉണ്ടാക്കി വച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പേപ്പർ റോളും റെഡി ആക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കളർ ചെയ്ത് വെച്ച ആ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഉണങ്ങിയതിന് ശേഷം അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ ചക്രം ഉണ്ടല്ലോ, ആ ഒരു രീതിയിലൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ തലങ്ങും വിലങ്ങും ഒക്കെ ഒന്ന് വരയിട്ടിട്ട് സംഭവം അതുപോലെ ഒന്നാക്കി എടുക്കുന്നുണ്ട്. നമ്മൾ എടുത്തിട്ടുള്ള 3 കാർഡ്ബോർഡിലും ഇതേ മെത്തേഡ് തന്നെയാണ്. അപ്പോൾ എടുത്തിട്ട് ഒരേ കളർ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചക്രത്തിന് ഡിഫറെൻറ്റ് കളേഴ്സൊക്കെ അടിച്ചു കൊടുക്കാവുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഇതിന് ഒരുപാട് മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് വരുത്താവുന്നതാണ്. സെയിം ഇത് തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. പിന്നെ ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ നിങ്ങൾക്ക് തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിനേക്കാളും അടിപൊളിയായിട്ട് ക്രാഫ്റ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം അതിന് ചേഞ്ചൊക്കെ ചെയ്ത് ഒന്ന് കുറച്ചുകൂടെ അടിപൊളിയാക്കി എടുക്കണേ. അത് നമ്മൾ ആദ്യം പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന സോപ്പിൻ്റെ ബോക്സ് ഉണ്ടായിരുന്നു, നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി 2 സൈഡും നമ്മൾ ആ കാർഡ്ബോർഡിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു ചക്രം ഇത് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. 2 സൈഡും ഒരുപോലത്തെ നീളത്തിലൊന്ന് തറയിൽ വെച്ച് നോക്കണം ആ ഒരു നീളവും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോന്ന്. അപ്പോൾ അതുപോലൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നമ്മളിപ്പോൾ ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു പേപ്പർ റോള് അതിന് ഇതുപോലെ താഴ്ഭാഗത്താണ് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സോപ്പ് പെട്ടിയുടെ താഴെ ഇതുപോലെ 2 എണ്ണം ഒന്ന് ഈ കാണിക്കുന്ന രീതിയിലാണ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും നീളെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. ഇപ്പോൾ കട്ട് ചെയ്തിട്ടുള്ള അത്രയും ഭാഗം കളയരുത്, എടുത്തു വെച്ചിരിക്കും. അത് വീണ്ടും നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു പേപ്പർ റോള് ഒട്ടിച്ചു കൊടുത്തു. രണ്ടാമത്തെ റോളും ഇതുപോലെ താഴ്ഭാഗത്ത് അതുമായിട്ട് യോജിപ്പിച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനി ലാസ്റ്റായിട്ട് നമ്മൾ 3ാമത് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന കാർഡ്ബോർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെയും അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലൊന്ന് 2 പേപ്പർ സ്ട്രോയും ഒട്ടുന്ന രീതിക്ക് ഇതുപോലൊന്ന് ഒട്ടിച്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വീണ്ടും 2 പേപ്പർ റോൾ എടുക്കുന്നുണ്ട്. ആ 2 ഭാഗത്തായിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗ്ലൂ ഗൺ എടുക്കുവാണെങ്കിൽ നന്നായിട്ട് ഗ്ലൂ ഇതുമായിട്ട് നല്ല റെഡി ആയിട്ട് തന്നെ ഒട്ടി അങ്ങ് കെട്ടിക്കോളും. ഫെവിക്കോളാണെങ്കിൽ ഇത്തിരി സമയം എടുക്കും, പക്ഷേ സംഭവം സ്ട്രോങ് ആയിരിക്കും. ഗ്ലൂ ഗണ്ണാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇത് ചെറുതായിട്ടൊന്നും ഇളകി പോകാൻ സാധ്യതയുണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ അത് എടുക്കുവാണെങ്കിൽ പെട്ടെന്ന് ഒട്ടി കിട്ടണം എങ്കിൽ ഗ്ലൂ ഗൺ എടുക്കുന്നതായിരിക്കും ബെറ്റർ. ആദ്യം 2 പേപ്പർ സ്ട്രോയും ഇതുപോലും ഒട്ടിച്ചെടുത്തു. ഇനി നമ്മുടെ ആ ഒരു ഗോൾഗേറ്റ് വെച്ചിട്ട് ഗോൾഗേറ്റിൻ്റെ പെട്ടി വെച്ചിട്ട്
കാലി പെട്ടി വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്ത ആ ഒരു കുഞ്ഞു കൂടെ അതിൻ്റെ ഫ്രണ്ടിലോട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ടേ. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് ചെറുതായിട്ടൊന്ന് ഒരു പേപ്പർ റോള് കൂടെ ഇതുപോലൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. സംഭവം ഒന്ന് റെഡിയായിട്ട് നല്ല പെർഫെക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പേപ്പർ റോളിൻ്റെ ആവശ്യമെന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് സെൻറ്ററിലൂടെ ഇതുപോലൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒരു പീസ് പേപ്പർ റോൾ നമ്മളിതിൽ കട്ട് ചെയ്ത് ബാലൻസ് വെച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ ഒരു ടോപ്പ് പോർഷനിലായിട്ട് അതും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ, അതായത് നമ്മുടെ സൈക്കിളിന് നമുക്ക് പിടിച്ചിരിക്കാനുള്ള പിടി വേണ്ടേ, അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും നിങ്ങൾക്ക് പെർഫെക്റ്റാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പറഞ്ഞു തരുന്നത് നിങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലാസ്റ്റത്തെ പേപ്പർ റോൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം ഏത് കളർ വേണം എടുക്കാവുന്നതാണ്. ഞാൻ എടുത്തിട്ടുള്ള ബ്ലാക്ക് കളറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പേപ്പർ റോൾ മൊത്തത്തിൽ ബ്ലാക്ക് കളർ പെയിൻറ്റ് തന്നെയാണ് അടിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ അടിച്ചു കൊടുക്കാം, യെല്ലോയോ ഇഷ്ടമുള്ള കളർ ഏത് വേണോ അടിച്ചു കൊടുക്കാമെന്നാണ്. അപ്പോൾ ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബ്ലാക്ക് കളർ പെയിൻറ്റാണ്. അപ്പോൾ ഇതാണ് വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ടുണ്ടാക്കിയ സൈക്കിളിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൽ വയ്ക്കാനുള്ള കുഞ്ഞു പൂക്കളൊന്നും എൻ്റെ ഇല്ല. പിന്നെ ലാസ്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ലാസ്റ്റ് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുതേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം. ബൈ.